അങ്ങനെ ഒരാഴ്ചത്തെ ലീവിന് ശേഷം ഉമ്മ ഇന്ന് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുവാണ്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ആളെത്തും. അപ്പോൾ ചിക്കൻ കറി രാവിലെ ഞാൻ പലഹാരത്തിന് ഉണ്ടാക്കിയതാണ്. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മാക്ക് വന്ന് കയറിയാൽ തിന്നാൻ കിട്ടിയില്ലെങ്കിലും ചായ മസ്റ്റായിട്ടും വേണം. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായക്ക് വെള്ളം വെച്ച് പിന്നെ അപ്പുറത്ത് വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഉമ്മ ചെറിയൊരു സമ്മാനം കൊണ്ടാണ് വരുന്നത്, വേറൊന്നുമില്ല. ചെറുതായിട്ട് ഉമ്മാനെ ഒന്ന് പൂച്ച മാന്തി. ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ മാന്തിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന്. ഷിനാജ് ഹാഫ് ഡേ ലീവ് ആക്കിയിട്ട് ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് ആളങ്ങനെ ഉച്ചയ്ക്ക് വർക്കിന് പോയത്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു 2 മണിയൊക്കെ ആയി. മോരഞ്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നു പറഞ്ഞ് മേമ വിളിച്ച്. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മോര് കറി. അപ്പോൾ ഉമ്മ പോയപ്പോൾ ഞാനും കൂടെ പോയി. അങ്ങനെ ഉമ്മ അവിടുന്ന് ചോറ് തിന്ന്. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, എനിക്കപ്പം വിശപ്പില്ലായിരുന്നു. രാവിലെ ഉണ്ടാക്കിയ കുറച്ച് പുട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. അമ്മു ആണെങ്കിൽ പുട്ടിൻ്റെ ആളാണ് കേട്ടോ. അപ്പം ഞാൻ പോയപ്പം ആ ഉണ്ടായിരുന്ന പുട്ടും കൊണ്ടാണ് പോയത്. അവൾ ചോറിന് പകരം പുട്ടും മീൻകറിയും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. മേമാടി ഇവിടെ ഇപ്പോൾ പെയിൻ്റ് അടി നടക്കുവാണ് കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ടൊരു കല്യാണം, അതായത് എല്ലാവരും വെയിറ്റ് ചെയ്ത് അടിച്ച് പൊളിക്കാനിരിക്കുന്ന കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് അമ്മൂനെ ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ലിപ്സ്റ്റിക്ക് വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഞാൻ എടുത്തുകൊണ്ട് വന്നു അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വഴി നിന്നിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഇടിവെട്ടും മഴയും, ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കയറി കുറച്ച് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പൊടിക്കാൻ തുടങ്ങി കേട്ടോ. കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ലേഡീസ് സ്റ്റോറിലാണ് കയറിയത്. അമ്മൂന് എന്തൊക്കെ അലുക്കുലത്തെ സാധനങ്ങൾ വാങ്ങാനാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന ആൾ കണ്ടില്ല, അതാണ് അങ്ങനെ ഒരു ഞെട്ടൽ. പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് 1-2 കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈമ അല്ലെങ്കിൽ കോഫിയോ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഷവർമ കണ്ടപ്പം പിന്നെ അതും അങ്ങ് വാങ്ങിച്ച് കഴിച്ച്. ഞങ്ങൾ കോട്ടോപ്പാടത്തോട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പം അമ്മൂനെ കെട്ടിച്ച വീട് കോട്ടോപ്പാടത്താണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെയും കൂടെ കയറേണ്ട ഒരു ആവശ്യമുണ്ട്. അവളുടെ ഒരു കസിന് അവളുടെ അടുത്ത് നിന്ന് ഒരു സാധനം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ അവളുടെ കസിൻ വരാൻ കുറച്ച് ലേറ്റായി. ആ സമയം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ഇരുന്ന് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇവളുടെ കുട്ടിയും ഇവളും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചായിട്ടുള്ളൂ വീടൊക്കെ വെച്ച് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി അമ്മു വരാൻ ചോദിക്കുന്നവരോട് മേമാടെ മകളാണ്. ഞങ്ങൾ ഇത്ര കമ്പനി ആവാൻ കാരണം എന്താണെന്ന് അറിയാം. ഷിനാജിനെ പ്രേമിക്കുന്ന ടൈമിൽ ഷിനാജിൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അമ്മൂനെയാണ്. അന്ന് തൊട്ടേ ഞങ്ങൾ കമ്പനിയാണ്. ഒരു 6-7 വർഷത്തെ പരിചയം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അവളുടെ കസിൻ വന്ന് സാധനമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി അമ്മായിയുടെ വീട്ടിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മായി ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ഏത്തപ്പഴം എടുത്തു തന്ന്. പിന്നെ അതും കഴിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് നേരം വൈകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അമ്മു നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ വന്ന് കുറച്ചധികം നേരം ഇരുന്നിട്ടാണ് അവൾ തിരിച്ചു പോയത്.